നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രേറ്റ് ഹിപ്പ് ഓപ്പണിംഗ് പോസ്റ്ററാണ് ഉപവിഷ്ട കോണാസന. ഉപവിഷ്ട കോണാസന ചെയ്യുമ്പോൾ നമ്മളുടെ ബാക്ക് സ്പൈൻ മാക്സിമം സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ കാലിൻ്റെ എല്ലാ മസിൽസിലും, ആംസ്ട്രിങ് മസിൽസിലും കാഫ് മസിൽസിലും നന്നായി സ്ട്രെച്ച് ചെയ്യുന്നു. ഈ പോസ് എല്ലാവർക്കും ബിഗിനിങ് സ്റ്റേജിൽ ചെയ്യാൻ കുറച്ച് ഹാർഡായിരിക്കും. എസ്പെഷ്യലി നമ്മൾക്ക് നീ പെയിൻ ഉള്ളവർ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ എന്തെങ്കിലും ബാക്ക് ഇഞ്ചുറീസ് ഉള്ളവർ, എന്തെങ്കിലും സ്പൈൻ പ്രോബ്ലംസ് ഉള്ളവരും ഈ പോസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹൈ BP ഉള്ളവരും ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഉപവിഷ്ട കോണാസന അതൊരു വൈഡ് ആംഗിൾ ഫോർവേഡ് ബെൻഡാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കാലുകൾ മാക്സിമം വൈഡ് ഓപ്പൺ, സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളെല്ലാം ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോഴും അതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈൻ മാക്സിമം എലോങ്ങേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക. ഇതൊരു ഇൻ്റർമീഡിയറ്റ് പോസ് ആയതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തിൽ എല്ലാവർക്കും കുറച്ച് ഹാർഡായിരിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ലോലി വാക്ക് ഫോർവേഡ്. നമുക്ക് എത്രയാണോ കംഫർട്ടബിളായിട്ട് വാക്ക് ചെയ്യാൻ ഫ്രണ്ടിലേക്ക് പറ്റുന്നത് അത്രയും വാക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇത്രയാണ് പറ്റുന്നതെങ്കിൽ ഈ ഒരു കംഫർട്ടബിൾ ലെവലിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം കംഫർട്ടബിൾ ആയതിനു ശേഷം നമുക്ക് എൽബോ താഴെ വയ്ക്കാം. ഇനി സ്ലോലി കംഫർട്ടബിൾ ആണെങ്കിൽ കൈകൾ ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, മാക്സിമം സ്പൈൻ എലോങ്ങേറ്റ് ചെയ്യുക. ദെൻ ഹെഡ് ഡൗൺ, ഹോൾഡ് ചെയ്യുക. ഒരു 10 കൗണ്ട് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 and slowly walk behind. ഈ പോസ് ചെയ്യുമ്പോൾ കാലുകൾ നന്നായി ഫ്ലെക്സ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നീ ബെൻഡ് ചെയ്യരുത്, നീ സ്ട്രെച്ച് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് പോകാം. ഇത് ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. വളരെ കംഫർട്ടബിൾ ആയതിനു ശേഷം കാലുകൾ 2 കാലിൻ്റെ ടോസും ക്യാച്ച് ചെയ്യുക. അതിനുശേഷം സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്യുന്നു, എക്സേൽ ചെയ്തുകൊണ്ട് ഫോർവേഡ് ബെൻഡ്. കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മുടെ ഷോൾഡർ താഴെ വയ്ക്കാം, ഹോൾഡ് ചെയ്യുക. ഇൻഹേൽ, ഹെഡ് അപ്പ്, റിലാക്സ്. ഈ ഒരു പോസ് ചെയ്യാൻ അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി വേണം. അപ്പോൾ ആദ്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യേണ്ട ആ സ്റ്റെപ്പിൽ തന്നെ ആദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈനൽ പോസിലേക്ക് വരാവുന്നതാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇതുപോലുള്ള യോഗ വീഡിയോസും ടിപ്സുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.